1945 ഓഗസ്റ്റ് 18 തൈവാനിലെ തൈ ഹോക്കു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടു എന്നാണ് നമ്മൾ പഠിച്ച ഔദ്യോഗിക ചരിത്രം. എന്നാൽ ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ കണ്ടെത്തിയ സത്യം മറ്റൊന്നായിരുന്നു. അന്ന് അവിടെ അങ്ങനെയൊരു വിമാനാപകടമേ നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നേതാജിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ നേതാജിയുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാട്ടം വലിയ പ്രതിസന്ധിയിലായി. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടം തുടരാൻ അദ്ദേഹത്തിന് പുതിയൊരു ലോകശക്തിയുടെ സഹായം വേണമായിരുന്നു. അങ്ങനെ ബ്രിട്ടനോട് പോരടിക്കാൻ കെൽപ്പുള്ള ഒരേയൊരു രാജ്യമേ അന്നുണ്ടായിരുന്നുള്ളൂ, സോവിയറ്റ് യൂണിയൻ. അതിനായി നേതാജി മഞ്ചൂറിയ വഴി സോവിയറ്റിലേക്ക് കടന്നു. എന്നാൽ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് സഹായം നൽകുന്നതിന് പകരം ജോസഫ് സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. യുദ്ധത്തിൽ റഷ്യയുടെ ശത്രുക്കളായിരുന്ന ജപ്പാന്റെയും ജർമ്മനിയുടെയും ഒപ്പം നിന്നു എന്നതായിരുന്നു സ്റ്റാലിൻ കണ്ടെത്തിയ കുറ്റം. തുടർന്ന് സൈബീരിയയിലെ മരം കോച്ചുന്ന തണുപ്പിലുള്ള ഗുലാഗ് ക്യാമ്പിലേക്ക് നേതാജി മാറ്റപ്പെട്ടു. ഇതിനെ ശരിവെക്കുന്ന റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ KGBയുടെ രേഖകളും ചില ദൃക്സാക്ഷി വിവരങ്ങളും പിന്നീട് പുറത്തുവന്നിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് നേതാജിയുടെ മരണരഹസ്യങ്ങളടങ്ങിയ മുഴുവൻ ഫയലുകളും പുറത്തുവിടുമെന്ന വലിയ വാഗ്ദാനം നൽകിയാണ്. കുറച്ച് രേഖകൾ പുറത്തുവിട്ടു എന്നത് സത്യമാണെങ്കിലും ഏറ്റവും നിർണായകമായ ഫയലുകൾ ചില വലിയ സമ്മർദ്ദം കാരണം ഇന്റലിജൻസ് ബ്യൂറോ ഇന്നും പൂർത്തിവച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നേതാജി മരിച്ചത് വിമാനാപകടത്തിൽ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.